ഈ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആപ്പിളാണ്. ആപ്പിൾ ചേർത്ത് എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മിക്സി ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 2 മീഡിയം സൈസിലുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ അരച്ചെടുത്ത ആപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ആപ്പിൾ അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി മിക്സ് ചെയ്ത ഒരു പൗഡറാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. 10 ml അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ കേക്ക് മിക്സ് ഉപയോഗിച്ച് ഞാൻ കപ്പ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കപ്സ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കേക്ക് മിക്സ് ഓരോ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഓവണിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് അവൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ അരമണിക്കൂറാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ കപ്പ് കേക്ക് എടുക്കുമ്പോൾ ചൂട് പോയതിന് ശേഷം എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. ഇത് ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആപ്പിൾ ആണെന്നുള്ളത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു തവണ എന്തായാലും നിങ്ങൾ ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.